ഹലോ, നല്ല നമസ്കാരം. L2 എമ്പുരാൻ. ഈ സിനിമയെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ പറ്റാത്ത ഒരു സിനിമ, ഒരു ഇൻ്റർനാഷണൽ മൂവി എന്നതാണ് ഈ സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം. ഈ സിനിമ എനിക്ക് ഇഷ്ടമായോ ഇഷ്ടമല്ല എന്ന് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ചില ന്യൂനതകൾ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ദീപക് ദേവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ വളരെ മോശമാണ് എന്ന് തന്നെ പറയണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എഡിറ്റിങ്ങും വളരെ മോശമായിരുന്നു എന്ന് പറയാൻ കഴിയും. ഫിലിം മേക്കിംഗ് സൂപ്പറാണ്. അത് പൃഥ്വിരാജ് വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ മൂവിയുടെ ആ ഒരു ലെവലിലേക്കാണ് പുള്ളിക്കാരനെ ഇത് എടുത്തു വച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്യാമറ, എൻ്റെ ദൈവം, എന്ത് സൂപ്പർ സാധനം എന്ന് പറയാമോ. ഇതിൻ്റെ ആ ഒരു ക്യാമറ എങ്ങനെ അതിനെ വിവരിക്കണമെന്ന് എനിക്കറിയത്തില്ല. കുറേ സീനുകളുണ്ട്, ഒരുപാട് നമ്മളൊരു സിനിമകളിലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഫ്രെയിം, ഇഷ്ടംപോലെ ഫ്രെയിം ഇതിനകത്തുണ്ട്. കിടുക്കാച്ചി സാധനം, കിടുക്കാച്ചി. അതോടൊപ്പം തന്നെ ഇതിൽ കുറേ സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൽ ഒരു കുതിരയിൽ തീ കത്തി ഓടുന്ന സീനൊക്കെ നമ്മൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ സീനിന് ആവശ്യമായ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല, വളരെ ബോറാക്കി കളഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു വൃക്ഷത്തിൽ പിന്നെ ഒരു എൽ ടൈപ്പിൽ ഫയർ ആകുന്ന ഒരു സീനുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് അതിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യിപ്പിക്കേണ്ട ഒരു സാധനത്തെ ദീപക് ദേവ് കച്ചടയാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ മോഹൻലാലിനെ കാണിക്കുന്ന സീനുകളെല്ലാം തന്നെ ഒരു കട്ട് പീസായിട്ടാണ് എനിക്ക് ഓരോ മോഹൻലാലിൻ്റെ ഓരോ സീനുകളും എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്വല്പമെങ്കിലും ഇത് മ്യൂസിക്കുമായിട്ട് അല്പമെങ്കിലും ഇത്തിരി കൂടി ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയത് ആദ്യത്തെ ഒരു 20-25 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഹിന്ദിയുടെ ഒരു പാർട്ടുണ്ട്. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ ഫ്ലാഷ് ബാക്ക്, അത് കൃത്യമായിട്ടും ഇമോഷണലി ശരിക്കും നമ്മളിലേക്ക് എത്തിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നെ സീനുകളൊക്കെ ഭയങ്കര ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സീനുകളൊക്കെ അബ്രഹാം അത് ഹൊറേഷ്യയെക്കുറിച്ച് പറയുന്ന ആ ഒരു അവിടെ നിന്ന് അങ്ങ് തുടങ്ങുന്ന സീനുകളെല്ലാം തന്നെയും ദുരന്തമാണ്. ദുരന്തം സീനുകൾ ദുരന്തം എന്നല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ദുരന്തമാണ്. അതോടൊപ്പം തന്നെ ഒരു സീനിൽ നിന്നും മറ്റൊരു സീനിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന ആ ഒരു ജോയിൻ്റ് ഇത്തിരി പല്ലുകടിയായിട്ട് എനിക്ക് തോന്നി. ചിലപ്പോൾ കാണുന്ന എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. അത് എഡിറ്റിങ്ങിൻ്റെ ഒരു മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ സ്റ്റോറിയുടെ മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ കാരണം ടോട്ടലി ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് സ്റ്റോറി കറക്റ്റായിട്ട് ആരൊക്കെയാണ് എന്ന് കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കി തരാനുള്ള ഒരു ശ്രമം ഇതിൽ നടക്കുന്നതുകൊണ്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ എൻഗേജ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രം, അയാളുടെ ഡെപ്ത് എന്താണ്, അയാൾക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളത് കൃത്യമായിട്ടും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ്. കാരണം ലൂസിഫറിൽ നിന്നും ഉള്ള കുറേ കഥാപാത്രങ്ങൾ, പുതിയ കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും പഴയ കഥാപാത്രങ്ങളെ ഇനി എന്താണ് അവർക്കുള്ളത്, അവരെന്തായിരുന്നു, പഴയ സിനിമയിൽ എന്തായിരുന്നു എന്നതിനെ കുറിച്ച് കൂടിയൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ഇതുകൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ ബോറടിക്കുന്ന ഒരു ലാഗ് തോന്നുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിൽ മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയ ഒരൊറ്റ കാര്യം, രണ്ട് കാര്യം, എഡിറ്റിങ്ങിൻ്റെയും അതോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെയും കാര്യത്തിൽ വളരെ ബോറിംഗ് ആണ്. സിനിമ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ, മലയാളത്തിൽ ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവന്ന ഒരു സിനിമ കൂടിയാണ് എന്നെനിക്ക് പേഴ്സണലി പറയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് സിഡ്നി ഐമാക്സിലാണ് പോയി കണ്ടത്. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് കിടിലം സൗണ്ടാണ്. കിടിലം സൗണ്ട് എന്ന് വെച്ചാൽ കിടിലം സൗണ്ട്. ഒരു എന്ത് ഫീൽ ആണെന്നറിയുമോ? കാരണം എനിക്ക് തോന്നുന്നത് ഐമാക്സിൽ ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ ഇവിടെ റിലീസാകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രതീക്ഷയും അതിൻ്റെ ഒരു ആകാംക്ഷയും ഒക്കെ ഈ സിനിമ നൽകിയിട്ടുണ്ട്. അത്രയും കിടിലം സൗണ്ടായിരുന്നു, കിടിലം ക്വാളിറ്റി ആയിരുന്നു. പക്ഷേ ഈ ഒരു മിസ്റ്റേക്ക് ഒഴിച്ചാൽ ഈ സിനിമ കിടിലാച്ചി സാധനമാണ്. പക്ഷേ ഇതിൻ്റെ തേർഡ് പാർട്ടിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ അവസാനം കാണിക്കുന്ന ഒരു ചൈന, അതായത് ഡ്രാഗൺ വച്ചുകൊണ്ട് ട്രെയിലറിലൊക്കെ കാണിച്ച ആ ഡ്രാഗൻ്റെ ആ കഥാപാത്രത്തെ അതിനെ ഹൈഡ് ചെയ്ത് തന്നെ വയ്ക്കേണ്ടതായിരുന്നു. റിലീവ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു ഇതിൽ.
ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സംഭാഷണത്തിലൂടെ പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. പക്ഷെ അതിനെ ഹൈഡ് ചെയ്ത് വച്ചിരുന്നുവെങ്കിൽ ഈ തേർഡ് പാർട്ടിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് ഒഴിച്ചാൽ ആ ഒരു കഥാപാത്രം ആരാണെന്ന് ഇനി ഗൂഗിൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ആരാണ്, ഏത് ആക്ടറാണ് എന്നത് നമ്മളിനി ഗൂഗിൾ ചെയ്തിരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു ഇത് കൂടി തോന്നി, എനിക്കൊരു മിസ്റ്റേക്കായിട്ട് തോന്നി. അയാളെ ഇത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അയാളെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നുവെങ്കിൽ തേർഡ് പാർട്ടിന് കൂടുതൽ ആകാംക്ഷയോടുകൂടി തന്നെ തേർഡ് പാർട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമായിരുന്നു എന്നുള്ള ഒരു പോരായ്മയായിട്ടും എനിക്ക് തോന്നി. ഓക്കെ, സിനിമ മൊത്തത്തിൽ ഒരു വലിയ സ്കെയിലിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യമുണ്ട്. ആ സിനിമ കാണുമ്പോൾ മനസ്സിലാകും അത്രയും വലിയൊരു സ്കെയിലിൽ എടുത്താൽ മാത്രമേ ഈ സിനിമയുടെ കഥ പറഞ്ഞു പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ. ഇനി തേർഡ് പാർട്ടിലേക്ക് പോകുമ്പോൾ ഇതിനേക്കാളും ഗംഭീരമാകട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. താങ്ക്